ഏഞ്ചൽ വൺ ആപ്പ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ആപ്പിൾ ആണെങ്കിൽ ആപ്പിൾ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇൻസ്റ്റാളേഷൻ ബട്ടൺ അമർത്തുക, ഇൻസ്റ്റലേഷൻ ചെയ്യുക. രണ്ട് രീതിയിലുള്ള നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ട് നമുക്ക് ഓൺ ചെയ്യാം. അതല്ല, മൊബൈൽ നമ്പർ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ലോഗിൻ അറിയുന്നുണ്ടെങ്കിൽ ലോഗിൻ വെച്ചും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ മൊബൈൽ നമ്പർ വെച്ചിട്ടാണ് ഈസി. മൊബൈലിൽ സ്ക്രീൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഇങ്ങനെയാണ് കാണുകയിരിക്കുക. ഇത് ആൻഡ്രോയിഡ് ഫോണാണ്. ഓക്കെ, ഇങ്ങനെയാണ് കാണുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് സൈഡിൽ എൻഡിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ പ്രൊഫൈൽ കാണാം അല്ലേ? പ്രൊഫൈൽ, നമ്മുടെ ഡീറ്റെയിൽസൊക്കെ പ്രൊഫൈൽ നമുക്കിവിടെ കാണാവുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ വരുന്നത് ഞാൻ കാണിച്ചത് എവിടെയാണ്. അടുത്തത് നമുക്ക് സെർച്ച് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാനോ ടോപ്പ് ഗൈനേഴ്സ് എന്തുകൊണ്ട് സെർച്ച് ചെയ്യാം. ഇത് നോക്കൂ, ഇതിൻ്റെ കളർ വ്യത്യാസം ശ്രദ്ധിക്കണം. ഇത് സ്റ്റോക്സ് സ്റ്റോക്സ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റോക്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്സ്മെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ F&Oയിലേക്ക് ഡയറക്റ്റ് പോകാം. F&O ഒക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ, അറിയാത്തവർക്ക് F&O എന്ന് പറയുന്നത് വേറൊരു സെഗ്മെൻറ്റാണ്. അതിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. മ്യൂച്വൽ ഫണ്ട് ഒരു സെഗ്മെൻറ്റാണ്, അതിൽ ട്രേഡ് ചെയ്യുന്നവരുണ്ടാവും. ഇനി നിങ്ങൾക്ക് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോൺ ഇവിടെ കാണാം. ലോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഗ്യാരണ്ടിയുള്ള ലോൺ വേണമെങ്കിൽ അപ്ലിക്കേഷൻ ചെയ്യാം. ഇവിടുന്ന് ലോൺ ചെയ്താൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് ലോൺ കിട്ടുന്നതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ലോണിൻ്റെ തന്നെ തൊട്ട് താഴെയും അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ലോൺ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോൺ നിങ്ങളുടെ ബാങ്കിലേക്ക് പോകും. നിങ്ങൾക്ക് അറിയാമല്ലോ, പേഴ്സണൽ ലോൺസുകളാണ്, അതിൻ്റേതായ കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുവഴി ഈ പേഴ്സണൽ ലോണും അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ഇവിടെ നമുക്ക് വരുന്നത് കമ്മോഡിറ്റിയാണ്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് കരുതുന്നു. കമ്മോഡിറ്റി, ഇവിടെ കമ്മോഡിറ്റി വരുന്നുണ്ട്. FD വരുന്നുണ്ട്. FD എന്ന് ഫിക്സഡ് ഡെപ്പോസിറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റും ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഇവിടെ തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ടോപ്പ് കമ്പനി. ഇതൊക്കെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയാണ് തരുന്നത്. ടോപ്പ് മോസ്റ്റ് കൂടുതലും ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ലോ മാർജിനുള്ള ഷെയർ എന്താണ്, മെറ്റൽ ഷെയർ എന്താണ്, എനർജി ഷെയർസ് എന്താണ്, ഇതൊക്കെയാണ് ഈ സൈറ്റിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. വേണമെങ്കിൽ ഇതൊരു വ്യൂ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തത് നമ്മൾ ആർക്കെങ്കിലും റെഫർ ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു ക്ലയൻറ്റിന് നല്ല ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ, അല്ലെങ്കിൽ നമ്മളോട് നല്ല സപ്പോർട്ട് ലോക്കൽ ലെവലിൽ നിങ്ങൾക്ക് നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാം. അപ്പോൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2500 ഏൺ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ലാർജ് ക്യാപ്പ് ഷെയർസിൽ പെർഫോമൻസ് ആർക്കാണുള്ളത് എന്നുള്ളത്, അതുപോലത്തെ മിഡ് ക്യാപ്പ്, സ്മാൾ ക്യാപ്പ്, അതിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യൂ ഓൾ കൊടുത്തിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ കാണാവുന്നതാണ്. ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി കാണിച്ചു. അടുത്ത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ, IPO എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ടാവും. IPO ആണത്. അപ്പോൾ IPO അപ്ലൈ ചെയ്യുന്നവർക്ക് IPO ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. കമ്മോഡിറ്റിയിൽ ട്രേഡിങ് ചെയ്യുന്നവർക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യാവുന്നതാണ്. മോഡിലുണ്ടായിരുന്നു, ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്യാം. MTF, മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് വേണമെന്ന് ഞാൻ നമ്മളെ ഷെയറിന് എഗെയിൻസ്റ്റ് ഒരു ലോൺ നിങ്ങൾക്ക് തരുമോ, ക്യാഷായിട്ടല്ല, ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് MTF ഒരു ലോൺ തരികയാണ് നിങ്ങൾക്ക് വേണ്ടി. MTF മാർജിൻ ട്രേഡിംഗ് ഫണ്ടിങ് ആണ്. ഇതിന് ചെറിയ ഇൻട്രസ്റ്റോട് കൂടിയാണ് ചെയ്യുന്നത്. ETF എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട് അല്ലേ, എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ട്. അതുപോലെ സ്റ്റോക്ക് SIP, ഇത് വളരെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് SIP. കാരണം സ്റ്റോക്ക് SIP എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ മാസവും കുറച്ച് ഷെയർസ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന പോലെ തന്നെ സെലക്റ്റീവായ കുറച്ച് ഷെയർസുകൾ എല്ലാ മാസവും മേടിക്കണം. ശ്രദ്ധിക്കണം, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു റിലയൻസോ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ വണ്ണിൻ്റെ ഷെയർ നമ്മൾ ബൈ ഓർഡർ എല്ലാ മാസം 5-ാം തീയതി എടുക്കണമെന്ന് പറഞ്ഞാൽ ആ 5-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ നമ്മളെ ലെഡ്ജറിൽ ക്രെഡിറ്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ ക്രെഡിറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. എല്ലാ ഡീറ്റെയിൽസുകളും നമ്മൾ പറയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഈ അടുത്ത കാലത്ത് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. ഇൻസൈറ്റ് ഈസ് ലൈവ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏഞ്ചലിൽ നമ്മൾ ഒരു ബ്രോക്കറേജ് കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളതൊക്കെ എല്ലാ ഫേമിനും കാണിക്കാവുന്നതാണ്. ഈ ഒരു സെക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനിത് ഈ വീഡിയോ എടുക്കുന്നത് തന്നെ ഇത് മറ്റുള്ളവരിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഇൻസൈറ്റ് ഈസ് ലൈവ് എന്നുള്ളത് ചില മൊബൈലിൽ കിട്ടുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, പുതിയ ആക്ടിവേഷൻ നോക്കി നോക്കുക. പല മൊബൈലിൽ അവൈലബിൾ ആണ്, പഴയ മൊബൈലിൽ കിട്ടില്ല എന്ന് കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അറിയില്ല, എന്തായാലും നിങ്ങൾ ആ സെക്ഷനിലേക്ക് പോകാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോണേമ്പോൾ ഒന്ന് കാണിച്ചു തന്നു. ഇതാണ് നിങ്ങളുടെ ഇൻസൈറ്റ് ഈസ് ലൈവ് എന്നുണ്ട്. ആ ലൈവിലേക്ക് നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണേന്ന് നോക്കാം.
ജസ്റ്റ് ക്ലിക്ക് ചെയ്യണു, കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ കിട്ടി അല്ലേ, ഇങ്ങനൊരു വിൻഡോ കിട്ടി. ഇതിൽ ഞാൻ വളരെ ചെറുതായിട്ടേ പറയുന്നുള്ളൂ, എങ്കിൽ തന്നെ മനസ്സിലാക്കേണ്ട കേസുകളൊന്ന് ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം, മുകളിൽ കാണാം ഓവർവ്യൂ എന്തെങ്കിലും ആവട്ടെ, ആക്റ്റീവ് ക്ലോസ് കോൾസുകൾ തരുന്ന സെക്ഷനാണ്, നിങ്ങൾക്കുള്ള പെർഫോമൻസ് ചെയ്യാനുള്ള കോളുകൾ തരുന്ന സെക്ഷനാണ്. ഇനി പ്ലാൻ ഏതെങ്കിലും സെലക്ട് ചെയ്യണോ, അതിന് സെലക്ട് ചെയ്യുക. ആരാണ് ഈ എക്സ്പെർട്ടുകൾ, ഇതൊക്കെ അറിയാനുള്ള ഒരു സെക്ഷനാണ് ഇത്. ഓക്കെ, അതിൻ്റെ തന്നെ താഴത്തേക്ക് അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ലെഫ്റ്റും റൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മഞ്ജുശ്രീ എന്ന് പറഞ്ഞൊരു ആളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടിയാണ് ഇത് ഡീൽ ചെയ്യുന്നത്. 12 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ട്, 3 പ്രോഫിറ്റ് ഉള്ളൂ. അല്ലെങ്കിൽ അടുത്തൊരാളെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം പെർഫോമേഴ്സിന്. നമുക്ക് പെർഫോമൻസിന് കണ്ട നോക്കൂ, ഒരാൾ അരവിന്ദ് എം എന്നൊരാൾ, ഓക്കെ, അയാൾ 10 കോള് പറയുന്നു, അതിൽ 10ഉം പ്രോഫിറ്റാണെന്ന്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ഇയാളെ നമുക്ക് കഴിവുള്ള ഒരാളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ടിപ്പുകൾ പല കമ്പനിയുടെ നിന്ന് എടുത്തിട്ടുണ്ടാവും. ഈ അരവിന്ദ് 10 പ്രോഫിറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് ഇന്ന് 10 പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്, ശരി, നാളെയും ഇയാൾ മറ്റന്നാളും ഇയാൾ എടുക്കുന്നുണ്ട്, അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് ഇയാളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രോ ഇൻസൈറ്റിൽ കൂടെ നിങ്ങൾക്ക് ഈ അവസരം ഇവിടുന്ന് ഓപ്പൺ ആക്കി കിട്ടും. ഓക്കെ, ഈ അരവിന്ദിനെ ഒന്ന് നമുക്ക് പഠിക്കണം. അരവിന്ദ് എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെയാണ് ഈ അരവിന്ദിൻ്റെ പെർഫോമൻസ് എടുക്കേണ്ടതെന്ന്. അപ്പോൾ അരവിന്ദിൻ്റെ സെക്ഷൻ എടുക്കുക, പോപ്പുലർ ബ്രാൻഡ്സിൽ നമ്മൾ പോയാലും കിട്ടുന്നതാണ്. ഈ അരവിന്ദൻ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അരവിന്ദ് സർട്ടിഫൈഡ് ആണോ എന്നുള്ളത് ശരിയാണ്. വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഏഞ്ചൽ ഇത് ചെയ്യുന്നത്. സർട്ടിഫൈഡ് ആണ്. അയാളുടെ പെർഫോമൻസ് ഡീറ്റെയിൽസ് ഓരോന്നുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയുന്നതിൽ 30 തൊട്ട് 40 കോളുണ്ട് അരവിന്ദിൻ്റെ. നിങ്ങൾ അരവിന്ദിൻ്റെ ശ്രദ്ധിക്കണം. ആ കഴിവുള്ളവർ ചെറിയ ആളായാലും വലിയ ആൾക്കാരായാലും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അടുത്ത് അരവിന്ദിൻ്റെ നമ്മൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ നമുക്കത് ഫ്രീ ആയിട്ടൊന്ന് ഇയാളെ ചെക്ക് ചെയ്യണമെങ്കിൽ 7 ദിവസം നമുക്ക് ഫ്രീ ഉണ്ട്. അപ്പോൾ ആ ഫ്രീ നമുക്ക് അവൈലബിൾ ആവണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. അല്ലെങ്കിൽ അരവിന്ദ് മംഗൾ ആരാണ് SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ്. അപ്പോൾ ഇവർക്കൊക്കെ വലിയ കോസ്റ്റ്ലിയാണ്. ഇപ്പം ഇന്ന് SEBI രജിസ്റ്റേർഡ് എനിക്ക് തോന്നുന്നു 10-16 ആൾക്കാരെ കേരളത്തിൽ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ജയിച്ച ആൾക്കാർക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവുള്ള ആൾക്കാരെ എക്സ്പെർട്ടുകളെ ഏഞ്ചൽ വലിയൊരു പേ ചെയ്തിട്ടാണ് ഇവിടെ കൊണ്ടുവരുന്നത്, കണ്ട. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് ജസ്റ്റ് ആളുടെ പെർഫോമൻസുകൾ കണ്ട് ഇഷ്ടപ്പെട്ടു, ഇനി ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താ വേണ്ടത്, ഒരു ഫ്രീ ട്രയൽ ഇയാളെ വേണമെങ്കിൽ എടുക്കാം 7 ദിവസത്തേക്ക്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 7 ദിവസം എന്ന് പറയുന്നത് എടുക്കുന്നത് തിങ്കൾ തൊട്ടുള്ള ഡേറ്റ് ആയിട്ട് എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, 7 ദിവസം നമുക്ക് അല്ലെങ്കിൽ 6 ദിവസം നമുക്ക് ഈ സ്റ്റാർട്ട് ട്രയൽ കിട്ടും. ട്രയൽ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിന് പേയ്മെൻറ്റ് വരുന്നുണ്ടോ, തീർച്ചയായിട്ടും പേയ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് വരും. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട, എല്ലാം നമുക്ക് എന്തെങ്കിലും പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇയാളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽ. നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം മതി. ഇയാളെ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ എന്ത് പറ്റി, നമുക്ക് ഇതിന് ഫ്രീ വേണമെങ്കിൽ സർവീസ് 7 ദിവസത്തെ ഫ്രീ സർവീസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് 299 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇയാളുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. ആ സബ്സ്ക്രിപ്ഷൻ പ്രൊസീഡ് വിത്ത് ഓട്ടോ പേ ഏതാണ് നിങ്ങളതൊക്കെ നിങ്ങളിഷ്ടം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ പെർഫോമേഴ്സിനെ കണ്ട് അവരുടെ ബാക്കിൽ പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഇനി എക്സ്പെർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരാൾ മാത്രമല്ല കേട്ടോ, വെറും 10 ഇയേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അയാൾക്കുള്ളൂ. പക്ഷേ എങ്കിൽ തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് നിങ്ങൾ കണ്ടു. നിങ്ങൾ കുറച്ചുകൂടി താഴത്തേക്ക് സ്ക്രോൾ ചെയ്താൽ ആദിഷ് പെർഫോമൻസ് നിങ്ങൾ തന്നെ വാല്യുവേറ്റ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിൽ ആളെ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് നല്ല പെർഫോമൻസിൻ്റെ മാത്രം ശ്രദ്ധിക്കുക. ഒരു പെർഫോമൻസിനെയും കണ്ടിന്യൂ ചെയ്യുക, പെർഫോമൻസിനെയും ക്ലോസ് ചെയ്യുക, അതൊക്കെ നമ്മളുടെ ഇഷ്ടം. നിങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 15,000 20,000 ഒക്കെ ടിപ്പ് കൊടുത്തിട്ട് പെർഫോമൻസിന് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവരൊക്കെ എത്രത്തോളം നാൾ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾ മാറി ടിപ്സ് എടുത്ത് മുന്നോട്ട് പോയ ചരിത്രമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ടിപ്സുകൾ നിങ്ങൾക്ക് ഒരു പെയ്ഡ് ടിപ്സുകൾ എക്സ്ചേഞ്ചിൻ്റെ സഹായത്തോടു കൂടി നിങ്ങളുടെ മൊബൈലിൽ കിട്ടുന്നു. ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് അത് ബൈ ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും പ്രോഫിറ്റ് നോക്കിയത് ഇപ്പോൾ ശശാങ്ക് വർമ്മ നല്ലൊരു പെർഫോമൻസ് കാണുന്നു ഇവിടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്ലാനുകൾ തന്നെ നമ്മൾ എടുക്കുമ്പോൾ പലതരം പ്ലാനുകൾ നമുക്ക് ഏറ്റവും ടോപ്പിൽ ഞാൻ വീണ്ടും പ്ലാനിലേക്ക് ഒന്ന് പോവുകയാണ്. ആക്റ്റീവ് പ്ലാനിലേക്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്.
പ്ലാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പ്ലാനിൽ തന്നെ നമുക്ക് ഇവിടെ താഴത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാം കൂടി വേണോ അതോ സ്റ്റോക്സ് മാത്രം മതിയോ ഫ്യൂച്ചർ മാത്രം മതിയോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്, മനസ്സിലായ? അപ്പം അതുപോലെ തന്നെ സ്റ്റോക്ക് ഓപ്ഷൻ മതിയോ ഇൻഡെക്സ് ഓപ്ഷൻ വേണം. അപ്പോൾ എന്തായാലും ഇവിടെ സെലക്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക, വാച്ച് ചെയ്യുക, പെർഫോമൻസ് വാച്ച് ചെയ്തിട്ട് നമുക്ക് ഹാപ്പി തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൃത്യമായിട്ട് അതിലേക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. ഞാൻ വീണ്ടും ഫ്രണ്ട് സ്ക്രീനിൽ വന്ന് കാണാം. ഫ്രണ്ട് സ്ക്രീനിൽ നിന്നാണല്ലോ ഈ പ്രോ ഇൻസൈറ്റിലേക്ക് പോയത്. അപ്പോൾ അതൊന്നുകൂടി കാണിക്കാൻ വേണ്ടി പോയതാണ്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഹോമാണ്. ഇതാ ഹോമിലാണ് നിൽക്കുന്നത്. ഹോമിലാണ് ഈ പ്രോ ഇൻസൈറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നത്. ഒന്നുകൂടി കാണിച്ചു എന്നുള്ളൂ. ഇവിടുന്ന് ക്ലിക്ക് ചെയ്താണ് മുന്നോട്ട് പോയത്. അപ്പോൾ നമുക്ക് ഒന്ന് പറഞ്ഞു തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. അടുത്തത് ഞാനൊന്ന് പറയാവുന്നത് കുറച്ച് താഴത്തേക്ക് മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന അടുത്തൊരു ഓപ്ഷനാണ് AI. ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം 300ലേക്ക് ഏഞ്ചൽ വന്നപ്പോൾ CNBCയിലൊക്കെ വളരെയധികം ന്യൂസുകൾ വന്നപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടതാണ് ഏഞ്ചലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വർക്ക് സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇത് പിന്നീട് കോപ്പി ട്രേഡിങ്ങിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതൊന്നും നിയമമായിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ആസ്ക് ഏഞ്ചൽ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയാണ് ഈ ഹോം ബട്ടണിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഹോം ബട്ടണിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അത് പ്രോസൈറ്റും കാണാം, ആസ്ക് ഏഞ്ചലും കാണാം. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഉള്ളിലേക്ക് പറയാം. AI സപ്പോർട്ട് കുറിച്ച് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ ചില സപ്പോർട്ടുകൾ. യെസ് ബാങ്ക് ഷെയർ പ്രൈസ് എത്രയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ്, റിലയൻസ് പവറിൻ്റെ ഷെയറിൻ്റെ റേറ്റ് എത്രയാണ്, അല്ലെങ്കിൽ നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ താഴെയായിട്ട് നമുക്കൊരു ഡൗട്ടുകൾ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ AI മുഖേന നമുക്ക് ചോദിക്കേണ്ട ഡൗട്ടുകൾ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചോദിക്കാവുന്നതാണ്. ഇവിടെ ചോദിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പം ഞാനൊരു ബെസ്റ്റ് എന്തെങ്കിലും ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പോൾ ഒരു കൊടുത്തൊക്കെ ബെസ്റ്റ് സ്റ്റോക്ക് എന്നോ എന്തെങ്കിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതൊക്കെ ഓരോ ഏജൻസി പോലെ വരുന്നതാണല്ലോ. സ്റ്റോക്സ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റോക്സുകൾ ഏതൊക്കെ, റിസർച്ച് റെക്കമെൻഡേഷൻ ഏതൊക്കെയാണ്, അപ്പോൾ ആ റെക്കമെൻഡേഷൻ നമുക്ക് ഏത് വേണമെങ്കിൽ ആ റെക്കമെൻഡേഷനൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ആ AI വെച്ചിട്ടുള്ള പെർഫോമൻസ് രീതി നമ്മളൊരു ബ്രോക്കറേജ് കമ്പനിക്ക് കൊടുക്കുമ്പോൾ കമ്പനി ഓരോ രീതിയിലുള്ള സപ്പോർട്ടിങ് കോൾസുകൾ, നല്ല ഷെയർസ് ഏതാണ്, ഇതൊക്കെ ഇനി ഒരു മാനേജറോടോ അല്ലെങ്കിൽ ഒരു ടിപ്പ് തരുന്ന ടീമിനോടോ അല്ലെങ്കിൽ ഒരുപാട് ടിപ്പ് തരാം, നിങ്ങളെ പഠിപ്പിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് 15,000 വാങ്ങിക്കുന്ന തട്ടിപ്പ് ഏജൻസികളെയും ഞാൻ ഇതിൽ കൂടെ തന്നെ പരിചയപ്പെടുത്തി പറയാം. അടുത്ത് കുറച്ചും കൂടി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം എക്സ്പെർട്ടിൻ്റെ എന്നാൽ എങ്ങനെ പലരും ചോദിക്കാണ്ട് ഈ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കുക. ഗ്രാഫ് എനിക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഗ്രാഫ് ഏതെങ്കിലും ടീമിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ മിനിമം ലേണിങ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. എങ്കിൽ തന്നെ മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമുക്ക് ഗൗരവമായിട്ട് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് എക്സ്പെർട്ട് ആവാൻ സാധ്യതയുള്ളതും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളിതൊന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഇവിടുന്ന് രജിത്ത് എന്ന് പറഞ്ഞാൽ ഹിന്ദി ഇംഗ്ലീഷായിട്ടാണ് വരുന്നത്. ഇതിൽ നമുക്ക് എക്സ്പെർട്ടായി ഇവർ മാർക്കറ്റിൽ 9 മണി തൊട്ട് നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ ഗ്രാഫ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഓരോ ന്യൂസിനനുസരിച്ചും ഇത് നിങ്ങളാദ്യം ഇത് കാണണം, ഒരു അരമണിക്കൂർ കാണണം. ഇനി ഇതിൻ്റെ നെഗറ്റീവ്സ് പറയാം. ഈ വ്യക്തിയെ സംബന്ധിച്ച് ഗ്രാഫ് ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനെ ഗ്രാഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവിടെ ബൈ എടുക്കൂ എന്ന് പറയാൻ അയാൾക്ക് അതിൻ്റേതായ ഒരു ഫോർമൽ തിയറി വെച്ച് വർക്കൗട്ട് ചെയ്യുമ്പോൾ അത് അവിടെ ആ സിഗ്നൽ വന്നാലല്ലേ പറയാൻ പറ്റൂ. 9 മണിക്ക് അയാൾ ഓപ്പൺ ചെയ്താൽ പലരും എന്നോട് പറയുന്നത് ടിപ്പ് എന്താ തരാൻ ലേറ്റ് ആവുന്നത്, അയാൾക്ക് ഫോം ആവുന്ന സമയത്ത് ആൾ പറയും. ചിലപ്പോൾ അത് 10 മണിക്കാവും, ചിലപ്പോൾ 10:15 ആ സമയത്ത് ഞാൻ പറയുന്നു അങ്ങനെ ബൈ ചെയ്യുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഈ കണ്ണ് തുറന്ന് ആളെ വ്യൂ ചെയ്തുകൊണ്ടിരിക്കാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് നടപ്പിലാവില്ല. പക്ഷേ എങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഗ്രാഫ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിൽ ഏറ്റവും നല്ലത് ഒരു ദിവസം മുഴുവൻ ആളെ കൂടി ഇരുന്നാൽ അല്ലെങ്കിൽ 2-3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഗ്രാഫ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതിൻ്റെ നല്ലൊരു അറിവ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. അടുത്തത് പറയാനുള്ളത് മെയിനായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ IPLൻ്റെ ഒരു മെയിൻ സ്പോൺസറാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റ്സൊക്കെ തരാമോ, ചിലപ്പോൾ ടിക്കറ്റ് ആയിരിക്കും, എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കാം പെർഫോമൻസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് വേണം. അപ്പോൾ നമ്മൾ ഇത്രയും വലിയൊരു ലാഭം കമ്പനിക്ക് കിട്ടുന്ന പോലെ കമ്പനി അത് മാർക്കറ്റിലേക്ക് അഡ്വർടൈസ്മെൻറ്റിനും മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുള്ളത് തന്നെ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ ഇപ്പോൾ പല കമ്പനികളുണ്ട്, അവർക്ക് കിട്ടിയ ലാഭം മുഴുവൻ കൊണ്ടുപോകല്ല ചെയ്യുന്നത്. അത്
വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എവിടെയാണ്? നല്ല സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഒരു എക്സർസൈസാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ ഏഞ്ചലിൽ കൂടെ മനസ്സിലാക്കണം. അടുത്തത് വാച്ച് ലിസ്റ്റാണ്. വാച്ച് ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഏതൊക്കെ ഷെയറാണോ സെലക്ട് ചെയ്ത് വെച്ചാൽ അത് ഒരൊറ്റ ലൈനിൽ കാണാൻ പറ്റുക, അല്ലെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയറിൽ ഒരുമിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഷെയർ കാണുന്നതാണ് വാച്ച് ലിസ്റ്റ്. അത് പറഞ്ഞുതരാം. അതുപോലെ തന്നെ 2 പോർട്ട്ഫോളിയോ. നമ്മൾ എന്തെങ്കിലും ഷെയർസ് വാങ്ങിച്ചാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ കാണണ്ടേ? പോർട്ട്ഫോളിയോ ഷെയറാണ്, ഫ്യൂച്ചറിൻ്റെ ഓപ്ഷൻ അല്ല. അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഷെയർ വാങ്ങുമ്പോൾ ആ ഷെയർ ഇവിടെ കാണും. എന്നാൽ പോർട്ട്ഫോളിയോയിലല്ലാത്ത ഷെയർ എന്തായിരിക്കും? ഓപ്ഷൻ, ഫ്യൂച്ചർ, പല സെഗ്മെൻ്റ് ഉണ്ട്. ചിലർക്ക് അറിയാത്തവരായിരിക്കും, എന്നെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ പോർട്ട്ഫോളിയോയിലുള്ള ഇല്ലാത്ത ഷെയർസുകൾ, ഫ്യൂച്ചർ ഓപ്ഷൻസൊക്കെ നമ്മുടെ ഓർഡർ സെഗ്മെൻറ്റിൽ കാണാൻ പറ്റും. ഓർഡർ സെഗ്മെൻറ്റിൽ ഓർഡറിൽ ക്ലിക്ക് ചെയ്ത് ഏതൊക്കെ പൊസിഷൻ ഹോൾഡ് ചെയ്ത് പോകണം. അക്കൗണ്ട്സ് ഇത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയാം. അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കൂടി പേയ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന സെക്ഷൻ അക്കൗണ്ട്സ് ആണല്ലോ. അപ്പോൾ അക്കൗണ്ടിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞുതരാം. അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് വിഡ്രോ ബട്ടൺ കാണാം, അതുപോലെ ആഡ് ഫണ്ട് കാണാം. നമുക്ക് ഫണ്ട് ആഡ് ചെയ്യണമെങ്കിൽ ഫണ്ട് ആഡ് ചെയ്യാം. പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ ഷെയർ നമുക്ക് പ്ലഡ്ജ് ചെയ്തിട്ട് ഷെയർ പ്ലഡ്ജ് ചെയ്താൽ ഈ മ്യൂച്വൽ ഫണ്ട്സൊക്കെ ഒരുപാട് ആൾക്കാരുടെ കയ്യിലുണ്ടാവും. കാരണം ഈ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾക്ക് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഷെയർ വാങ്ങിച്ചിടാൻ പറ്റും. പലർക്കും അറിയില്ല, മ്യൂച്വൽ ഫണ്ട് നമ്മുടെ കയ്യിൽ വലിയ വാല്യുവേഷൻ ഉണ്ട്. ആ മ്യൂച്വൽ ഫണ്ടിനെ ഒന്ന് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷെയർ മാർക്കറ്റിൽ ഷെയർ നമുക്ക് ട്രേഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. പിന്നെയും പറയുന്നു, അത് ഹോൾഡ് ചെയ്യാനല്ല. മ്യൂച്വൽ ഫണ്ട് നമ്മൾ പ്ലഡ്ജ് ചെയ്താൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഡെയിലി ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രയും പൈസ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഡെയിലി ട്രേഡ് ചെയ്യാൻ പറ്റും. എന്നാൽ അത് ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതല്ല. MTF എന്നുള്ളത് കേസ്, MTF സ്റ്റോക്കാണ്. ഇവിടെ സ്റ്റോക്കാണ് നമ്മൾ പ്ലഡ്ജ് ചെയ്യണമെങ്കിൽ, ഞാൻ വീണ്ടും കാണിക്കുകയാണ്, ഇവിടെ സ്റ്റോക്കാണ് നമ്മൾ പ്ലഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റോക്ക് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു 40 to 60% അല്ലെങ്കിൽ 70% ഷെയർസ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. MTF നമുക്ക് ചെയ്യുമ്പോൾ ലോങ് ടൈമിൽ ഷെയർസ് ഹോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. വീണ്ടും ഇവിടെ താഴെ നിങ്ങൾ ആരെങ്കിലും റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. അതുപോലെ ഹെൽപ്പ് എന്നുള്ളത് വളരെ പ്രധാനം. നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഹെൽപ്പ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് സെൻറ്റർ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചോദിക്കാം, FNQയിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഇവിടെ ടിക്കറ്റ് റേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ടിക്കറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ടിക്കറ്റ് റേസ് ചെയ്യാം. ടിക്കറ്റ് റേസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചാൽ, ജസ്റ്റ് ഒന്ന് ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ആ ക്ലിക്ക് ചെയ്യാൻ പോകുമ്പോൾ ജസ്റ്റ് സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഇവിടെ ഒരു സ്ക്രീൻ വരും. ഇതിൽ നമ്മൾ പ്ലസ് ബട്ടൺ അമർത്തുക. ഈ പ്ലസ് ബട്ടൺ കൊണ്ട് കാറ്റഗറി തെറ്റിപ്പോയതുകൊണ്ടൊന്നും കുഴപ്പമില്ല. നിങ്ങളുടെ ഇഷ്യൂസ് കാര്യങ്ങൾ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ബെസ്റ്റ് നിങ്ങൾ എപ്പോഴും അറ്റാച്ച് ചെയ്യുക. നിങ്ങൾക്ക് എറർ വരുന്ന സ്ഥലമാണെങ്കിൽ ആ എററിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ താഴെ കാണാം. എററിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ റേസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിലിലും എല്ലാത്തിലും ഡീറ്റെയിൽസ് വരും. വളരെ വളരെ ഫാസ്റ്റായിട്ട് ഈ വർക്ക് നിങ്ങൾക്ക് അവർ ചെയ്തു തരുന്നുണ്ട്. നിങ്ങൾക്ക് ലെഡ്ജർ ഒരു നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ലെഡ്ജറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ലെഡ്ജർ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ലെഡ്ജർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെഡ്ജറിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബാലൻസ് എത്രയാണ്, കമ്പൈൻ ബാലൻസ് എത്രയാണ്, നമ്മുടെ ക്വാർട്ടർലി സെറ്റിൽമെൻറ്റ് എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ MTFൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ MTFൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേറെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഡേറ്റ് വെച്ചിട്ട് ഇന്നത്തെ ബിസിനസ്, 15 ദിവസത്തെ ബിസിനസ്, ഫിനാൻഷ്യൽ ഇയറിൻ്റെ ബിസിനസ്, ഇതൊക്കെ കസ്റ്റം ഡേറ്റ് ഇട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെഡ്ജറാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. പലരും എന്നെ വിളിച്ചിട്ട് ട്രേഡിംഗ് ബാലൻസിൽ തെറ്റുണ്ടോ എന്ന് പറയുമ്പോൾ അത് ട്രേഡ് ചെയ്യാനുള്ള ബാലൻസാണ്. അത് നിങ്ങളെ പക്ക ലെഡ്ജർ ബാലൻസ് അല്ല. പക്ക ലെഡ്ജർ ബാലൻസ് ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഈ സെക്ടറിൽ തന്നെ നമ്മൾ കുറച്ച് താഴത്തേക്ക് പോകാൻ ഫണ്ട് ട്രാൻസാക്ഷൻ, ഫണ്ട് ഇന്നും ഔട്ടും ഉള്ളതൊക്കെ അറിയാൻ പറ്റും. ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല, വീഡിയോ നീണ്ടു പോകുന്നതുകൊണ്ടാണ്. അടുത്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വളരെ പ്രധാനപ്പെട്ട നമ്മൾ റിപ്പോർട്ട്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മൾ ഡൗൺലോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഡീറ്റെയിൽസ് മുഴുവൻ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ ഡൗൺലോഡ് റിപ്പോർട്ടിൽ പോകാവുന്നതാണ്. ജസ്റ്റ് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഇവിടെ നോക്കൂ, നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിലും ടാക്സിന് വേണ്ടിയതാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സിന് വേണ്ട കേസുകളാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ആൻഡ് P&L ഡീറ്റെയിൽസ്, P&L സമ്മറി, ട്രേഡ് ആൻഡ് ചാർജ്, ലെഡ്ജർ, കോൺട്രാക്ട് നോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പലപ്പോഴും എന്നെ എല്ലാവരും വിളിക്കുമ്പോൾ നിങ്ങൾ കോൺട്രാക്ട് നോട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്കുക.
എന്നിട്ട് സംശയം തീർന്നില്ലെങ്കിൽ വിളിക്കുക. കാരണം കോൺട്രാക്ട് നോട്ടാണല്ലോ പ്രധാനപ്പെട്ട ഒരു ദിവസത്തെ എക്സ്ചേഞ്ചിൻ്റെ ബില്ല്. അതിൽ വല്ല തെറ്റ് പറ്റിയെന്നുള്ള കാര്യങ്ങൾ അവിടെ നോക്കാവുന്നതാണ്. ഡി പി ട്രാൻസാക്ഷൻ ഹോൾഡിംഗ്, നമ്മൾ ഡി പിയിൽ ഷെയർസ് എന്തെങ്കിലും പുറത്തുനിന്ന് ആരെങ്കിലും ഷെയർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ IPO കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇവിടെയാണ് കാണിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്ന കണ്ടാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് പലതും നിങ്ങൾക്ക് മുകളിലേക്ക് നോക്കി കാണാം. മ്യൂച്വൽ ഫണ്ടിൻ്റെ ടാക്സ് കൊടുക്കണ്ടേ, അപ്പോൾ അതിൻ്റെ ടാക്സ് കൊടുക്കണം. ആൾക്കാർക്ക് വേണമെങ്കിൽ മാത്രം അവിടുന്ന് ടാക്സ് സ്റ്റേറ്റ്മെൻറ്റുകൾ എടുക്കാവുന്നതാണ്. അതിനും ടാക്സ് ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നതാണ്. പോർട്ട്ഫോളിയോ ക്ലൈൻ മാസ്റ്റർ ചിലർക്ക് എൻ്റെ അക്കൗണ്ട്സിൽ എന്താ പറയുക നോമിനി വെച്ചുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ടുപിടിക്കാവുന്നതാണ്. ഈ ക്ലൈൻ മാസ്റ്റർ എടുത്താൽ അതിൽ നമ്മുടെ നോമിനിയൊക്കെ കൃത്യമാണോ, നമ്മളെ ഫോൺ നമ്പർ കറക്റ്റാണോ എന്നുള്ള കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്നതാണ്. ഓക്കെ, അടുത്തത് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഷെയർ മാർക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ലോൺസുകൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോൺസ് ഇവിടെ കാണിച്ചു തന്നു, ലോൺസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ലോൺസ് എന്ന് പറയുന്നത് അത് തേർഡ് പാർട്ടി ലോൺസുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. അതുപോലെ നമ്മൾ മനസ്സിലാക്കി ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ അടുത്തത് ഈ നമ്മൾ FD സേവിങ് കൊടുക്കേണ്ടതിൽ ഇൻഷുറൻസ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷുറൻസുകളിൽ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവിധ കമ്പനികളിലും ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളുടെ വയസ്സും ഡീറ്റെയിൽസും തരികയാണെങ്കിൽ അത് ഫ്രീ ആയിട്ട് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഏത് കമ്പനിയുടെ ആയാലും ഞങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ കമ്പനിയുടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള ആ കമ്പനിയുടെ ഇൻഷുറൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഞങ്ങളോട് കോൺടാക്ട് ചെയ്തിട്ട് അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് തരാവുന്നതാണ്. അടുത്ത് കുറച്ച് മെസ്സേജ് തരുന്ന ആൾക്കാരും ടിപ്സ് തരുന്ന ആൾക്കാരും നിങ്ങളെ പഠിപ്പിക്കാൻ പറഞ്ഞ ആൾക്കാരും ഞങ്ങളുടെ ഒരു 10-25 കൊല്ലത്തിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഒരുപാട് ആൾക്കാർ ഇവിടെ നമ്മളെ ഡിസ്ട്രിക്റ്റിൽ നിങ്ങളെ പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു, തിയറി പഠിക്കാനാണെങ്കിൽ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. തിയറി പഠിക്കാനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാണ്ട് അവർ പണം ഉണ്ടാക്കി തരുമെന്ന് പറയുന്നത് തെറ്റായൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. നല്ലൊരാൾ അങ്ങനെ പറയാറില്ല. അല്ലെങ്കിൽ ഞങ്ങളവിടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ ക്യാഷ് കിട്ടുന്നു ആരും പറയാറില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. പല ടീമുകളും 15,000 രൂപ ഞങ്ങളടുത്ത് വന്ന് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു പെർസെൻറ്റേജ് തരാം, നിങ്ങൾ ക്ലയൻസിനെ അങ്ങോട്ട് വിടുമെന്ന്. അപ്പോൾ ഈ ക്ലയൻസുകളെ അങ്ങോട്ട് അതൊരു ബിസിനസ്സാക്കിയവരാണ്. അവരുടെ പരിപാടി നല്ല മൈക്കിൻ്റെ മുമ്പിൽ സംസാരിക്കാൻ അറിയുന്ന വലിയ സിഇഒമാരും MDമാരും നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്ക് സംസാരിക്കാൻ വലിയ കഴിവാണ്. അതിൽ നിങ്ങളൊക്കെ പെട്ടുപോകും. അപ്പോൾ ആ സംസാരത്തിൽ പ്രാധാന്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അറിവ് പകരുന്ന പ്രോഗ്രാമുകൾ ഏതായാലും അത് ക്യാഷ് കൊടുത്തിട്ടായാലും നിങ്ങൾ അപ്ലൈ. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് പണം ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ പണം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അവർ ഈ പണിക്ക് ഇറങ്ങേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ മനസ്സാക്കുക. കാരണം ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറയും, എൻ്റെ കാശ് പോയി, ടിപ്പിന് കാശ് പോയി, അവിടെ പോയി കാശ് പോയി, ടിപ്പിനൊക്കെ കാശ് കൊടുക്കുമ്പോൾ അവർ നിങ്ങൾക്ക് ഇത്രയും കാശ് ഉണ്ടാക്കി തരാമെന്നുണ്ട്. പിന്നെ അവരെന്തിനാണ് ഈ വർക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്? ഒരു ഹോട്ടൽ ഉടമയ്ക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമ്പോൾ എല്ലാവർക്കും ഈ ഐഡിയ പറഞ്ഞു കൊടുത്താൽ നിറച്ച് ഹോട്ടൽ തുടങ്ങിയ എല്ലാവരെയും വെള്ളം മുടി അവരാ ജീവിതം നശിച്ചു പോയില്ലേ. അത് അവരുടെ പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിലെ മെയിൻ പെർഫോമൻസിൻ്റെ സെക്ഷൻ ആരും നിങ്ങൾക്ക് പറഞ്ഞു തരില്ല. അത് മനസ്സിലാക്കുക. അപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഒരു കുറ്റപ്പെടുത്തൽ ഞാൻ മറ്റുള്ളവരെ സംബന്ധിച്ച് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ കുറ്റപ്പെടുത്തുന്നതാണ്. പക്ഷേ ക്ലയൻസിൻ്റെ ക്യാഷ് പോണ കാര്യത്തിൽ ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. 100% ട്രേഡിംഗ് എന്നൊരു വസ്തുത അതൊരു പാഷൻ പോലെയാണ്. അപ്പോൾ അതിൽ കുറേ അധികം ആൾക്കാർ പെർഫോം ചെയ്യുന്നുണ്ട്, കുറേ ആൾക്കാർ ക്യാഷ് നശിപ്പിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ട് ഒരു വിഷമവുമില്ല. എനിക്ക് ക്ലയൻറ്റിൻ്റെ ഇഷ്ടത്തിനാണ് ട്രേഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് മറ്റുള്ളവർ ക്യാഷ് ഉണ്ടാക്കി തരാമെന്നുള്ള ഒരു ഗ്യാരണ്ടിയുടെ പുറത്ത് ഒരു സ്ഥലത്തും ട്രേഡ് ചെയ്യരുത്. അടുത്ത് ഞാൻ വരാൻ പോകുന്നത് വാച്ച് ലിസ്റ്റാണ്. നമ്മളെ ഈ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇടയിൽ കൂടി കുറച്ച് മുന്നോട്ട് പോയിന്നേ ഉള്ളൂ. ഒരു അറിവിൻ്റെ ഭാഗമായിട്ട് മാത്രം എടുത്താൽ മതി. രണ്ടാമത്തെ കേസ് നമ്മൾ കുറച്ചുകൂടി പറയുന്നത് വാച്ച് ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് വാച്ച് ലിസ്റ്റ്. വളരെ താഴത്ത് മാർക്ക് ചെയ്ത് കാണിക്കാം വാച്ച് ലിസ്റ്റ്. നമ്മളെ ഷെയർസുകൾ സെലക്ട് ചെയ്തില്ല, മുകളിൽ നമ്മൾ സെർച്ച് ചെയ്തിട്ട് സെലക്ട് ചെയ്യണ 5-10 ഷെയർ അല്ലെങ്കിൽ 1000 ഷെയർ, 100 ഷെയർ, 50 ഷെയർ, ഈ ഷെയർ നമുക്ക് ഒരുമിച്ച് കാണാൻ സെലക്ട് ചെയ്ത കൗണ്ടറിൽ കാണാൻ വാച്ച് ലിസ്റ്റ് എടുക്കാവുന്നതാണ്. അടുത്തത് പോർട്ട്ഫോളിയോ പറഞ്ഞതാണ്. അതിൽ അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. വാച്ച് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. വാച്ച് ലിസ്റ്റ് ഓപ്പണായി. ഓക്കെ, വാച്ച് ലിസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഏറ്റവും ടോപ്പിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. വാച്ച് ലിസ്റ്റിൽ നമുക്ക് കുറച്ച് സെറ്റിംഗ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സെറ്റിങ്ങിൽ വല്ല ചേഞ്ച് വരുത്തണമെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ വല്ല നിങ്ങൾക്കറിയില്ല സ്റ്റോക്ക് ഹൈ ലോ മാറ്റിയൊക്കെ പിടിക്കണമെങ്കിൽ അതൊന്നും പ്രധാനപ്പെട്ട കാര്യങ്ങളല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഈ സെർച്ച് ബട്ടൺ, ഇതാണ് നിങ്ങളുടെ സെർച്ച് ബട്ടൺ.
ഇവിടെ നിന്നാണ് നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ട് അത് നമുക്ക് ഈ വാച്ച് ലിസ്റ്റിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. ഇപ്പം ഞാനൊരു കമ്പനി സെർച്ച് ചെയ്യാൻ പോവാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കമ്പനി തന്നെ ആയിട്ടിരിക്കട്ടെ, ഞാൻ സെർച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ SWI എന്നടിക്കുമ്പോഴേക്കും നമുക്ക് സ്വിഗ്ഗി എന്ന ഷെയർ വന്നത് BSEയിലുണ്ട്, NSEയിലുണ്ട്. ഓക്കെ, BSEയിലുണ്ട്, NSEയിലുണ്ട്. ഞാനിപ്പോൾ BSE ആണ് സെലക്ട് ചെയ്യണമെന്ന് കരുതാം. BSE സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നത് ഒരു സ്റ്റാർ ബട്ടൺ ഉണ്ട്. ഈ സ്റ്റാർ ബട്ടൺമ നമ്മൾ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറ് മാറും. അതോടുകൂടി ഇത് എന്ത് സംഭവിക്കും, ഇത് നമ്മുടെ ആ വാച്ച് ലിസ്റ്റിലേക്ക് എൻട്രി ആവും. അപ്പോൾ നമുക്ക് ഏതൊക്കെ ഷെയർസാണോ നമ്മൾ SBI ആണ് വേണമെങ്കിൽ SBIൻ്റെ ഈ സ്റ്റാറും ഒന്ന് ടച്ച് ചെയ്തതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ അത് വാച്ച് ലിസ്റ്റിലേക്ക് വരുന്നു മനസ്സിലാക്കുക. ഞാനങ്ങനെ ചെയ്തു. അപ്പോൾ അതായത് സ്വിഗ്ഗി എന്നൊരു ഷെയർ ഇവിടെ വന്നു. സ്വിഗ്ഗി എന്ന ഷെയർ എന്ന് ഞാൻ സ്വിഗ്ഗിനെ കുറിച്ച് പറയാതെ ഇപ്പോൾ 279 ആണ്. ഈ മാർക്കറ്റ് ക്രാഷിലൊന്നും അധികം താഴത്തേക്ക് വന്ന കൗണ്ടറൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്തു എന്ന് മാത്രമല്ല, ഞാനിത് അഡ്വൈസ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഷെയർ കണ്ടു, നല്ലതാണെന്ന് തോന്നി, പറഞ്ഞു മാത്രം. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ഇവിടെ കണ്ട മൈ വാച്ച് ലിസ്റ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ട, ഇപ്പോൾ മൈ വാച്ച് ലിസ്റ്റിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതാണ് മൈ വാച്ച് ലിസ്റ്റ് എന്നുള്ള, ഇതിൻ്റെ താഴെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ എൻ്റെ റൈറ്റ് സൈഡിൽ കണ്ട എന്നൊരു വാച്ച് ലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. പലതരം വാച്ച് ലിസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അതിന് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണുന്നില്ലേ, ഇവിടെ പ്ലസ് എന്ന് പറഞ്ഞ ബട്ടൺ, ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് വരും. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യണു. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് വാച്ച് ലിസ്റ്റ് എന്ന് വരും. ഇപ്പോൾ മാനേജ് വാച്ച് ലിസ്റ്റിന് വേണമെങ്കിൽ ഡിലീറ്റും ചെയ്യാമല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്താൽ ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. അപ്പോൾ നമുക്ക് പലതരം വാച്ച് ലിസ്റ്റുകൾ ഒരുപാട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്ലയൻറ്റുകൾക്ക് ഇഷ്ടമുള്ള ഷെയർസുകൾ സെലക്ട് ചെയ്യുന്നത് എങ്ങനെ ബൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ ഏത് ഷെയർസാണ് വാങ്ങേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഷെയർസ് എടുക്കുന്നു. ആ ഷെയർസ് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബൈ ചെയ്യണം. പുതിയ ക്ലയൻറ്റ്സിന് വേണ്ടി പറയുന്നതാണ്. ബൈ ചെയ്യണം, എനിക്ക് സെല്ല് ചെയ്യണം, എനിക്ക് ഏതെങ്കിലും ഷെയർ വാങ്ങണം എന്നൊരു ആഗ്രഹമുണ്ട്. എനിക്ക് TVS മോട്ടോർ, എല്ലാവർക്കും അറിയുന്ന ഷെയറാണല്ലോ TVS മോട്ടോർ. അപ്പോൾ TVS എനിക്ക് ബൈ ചെയ്യണമെങ്കിൽ ഞാൻ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഞാൻ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം TVS. അപ്പോൾ TVSൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വരും. TVSൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ഇവിടെ ഓപ്ഷൻ ട്രേഡിങ്ങിൻ്റെ ഇവിടെ ക്ലിക്ക് ചെയ്ത് പോകാം. എല്ലാവർക്കും ഉള്ളതല്ല, സെഗ്മെൻറ്റ് അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് മാത്രം ട്രേഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവർക്ക് അവിടെ പോയിട്ട് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ അതിൻ്റെ ചാർട്ട് കാണണമെങ്കിൽ ഇത് അവിടെ ചാർട്ട് കാണാം. ഓക്കെ, നമുക്ക് എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇത് ഇവിടെ ഇപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർ ഇട്ട് വെച്ചാൽ അത് വേണമെങ്കിൽ നമ്മളെ പോർട്ട്ഫോളിയോയിലേക്ക് ആഡാവും. ഓക്കെ, അതുപോലെ പതുക്കെ ലെഫ്റ്റിലേക്ക് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ ചാർട്ട് എന്നുള്ളൊരു ബട്ടൺ തന്നെയുണ്ട്. അവിടെ ഇവിടെ ബട്ടൺ മതി 1 ഡേ 1 വീക്ക് 1 മന്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ചാർട്ടും ഡീറ്റെയിൽസും അതിൻ്റെ ഉള്ളിലേക്ക് പോകാം. കുറച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുക എല്ലാവരും ഈ കാര്യത്തിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് ആവറേജ് ആവറേജ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് ഇന്ന് പലരും വാങ്ങലും വിൽക്കലും കഴിയുമ്പോൾ അതിനൊരു ആവറേജ് ഉണ്ടാവില്ലേ, അതിന് ആവറേജ് കാണിച്ചിട്ടുണ്ട്. വോളിയം കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം വോളിയം കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ 52 വീക്ക് 52 വീക്കിലെ ഹൈ, അതുപോലെ ലോവർ സർക്യൂട്ട് അപ്പർ സർക്യൂട്ട്. ഇത് പലർക്കും എന്താണെന്ന് മനസ്സിലാക്കാം. ലോവർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ താഴത്തേക്ക് പോവുകയാണെങ്കിൽ 3362 വരെ വന്നു കഴിഞ്ഞാൽ ഇത് ഒന്ന് ലോക്കാവും, മനസ്സിലായി. അതുപോലെ മുകളിലേക്ക് വളരെയധികം കയറി പോവുകയാണെങ്കിൽ എക്സ്ചേഞ്ച് ഒരു ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പർ സർക്യൂട്ട് ലോക്ക്. അതാണ് ഇവിടെ രണ്ടും നിങ്ങൾ കാണുന്നത്. എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, ആ സ്റ്റോക്കിനെ കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് ഇവിടെ. ഇത് എന്തല്ല കണ്ട മെല്ലി പോസിറ്റീവ്, ചെറിയൊരു പോസിറ്റീവ് ലോങ് ടൈമിൽ ചെറിയ പോസിറ്റീവ് ട്രെൻഡ് ഇതിന് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ സോഫ്റ്റ്വെയർ പറഞ്ഞു തരുന്നുണ്ട്, പോസിറ്റീവ് ട്രെൻഡ് പറയുന്നുണ്ട്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ അവൈലബിളാണ്. അടുത്തത് ഓട്ടോ സ്റ്റോക്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓട്ടോ സ്റ്റോക്സിന് എന്തെങ്കിലും ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ ഓട്ടോ സ്റ്റോക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവിടെ അറിയുന്നതുമാണ്. സെക്യൂരിറ്റി ഇൻഫോർമേഷൻ, ഈ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ താഴെ കാണാൻ ഞാൻ കാണിച്ചാൽ ഇവിടെ താഴെയാണ് കാണിക്കുന്നത് സെക്യൂരിറ്റി ഇൻഫോർമേഷൻ. ഞാൻ അതിപ്പോൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ആ സെക്യൂരിറ്റിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്.
അതിൻ്റെ ടിക്ക് സൈസ് എത്രയാണ്, ഓക്കെ, വോളിയം എത്രയാണ്, അങ്ങനത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിലിറ്റി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മെയിനായിട്ട് നമ്മൾ ആ പൊസിഷൻ അല്ലെങ്കിൽ വാച്ച് ലിസ്റ്റിൽ നിന്ന് ആ ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ ബൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പുതിയ ക്ലയൻസിനൊക്കെയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതിൻ്റെ വേറെ ഒന്നുമില്ല, ജസ്റ്റ് താഴെ നോക്കി കാണാം, ഇവിടെ ബൈ ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി കാണിയ യൂഡിയം ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. എനിക്ക് ബൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതാ ഇവിടെയാണ് ബൈ ബട്ടൺ, സെല് ചെയ്യണമെങ്കിൽ സെൽ ബട്ടൺ, ഓക്കെ, രണ്ടും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ബൈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ വരും. ഒന്ന് ഡെലിവറി, ഇത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണല്ലോ. ഡെലിവറി എന്ന് പറഞ്ഞാൽ ഈ ഷെയർ ഞാൻ ഇത് സെല് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഇന്ന് സെല് ചെയ്തേക്കാം, ചിലപ്പോൾ ഞാൻ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തായിരിക്കും സെല് ചെയ്യുക. അതിനാണ് ഡെലിവറി ക്ലിക്ക് ചെയ്തിടുന്നത്, ആ സമയത്ത് സെല് ചെയ്തിട്ടുണ്ട്. ഇൻട്രാഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3:10 വരെ എന്ത് പൊസിഷൻ എടുത്താലും അത് 3:10 ആകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോകും. ഏഞ്ചൽ ആ പൊസിഷൻ സ്ക്വയർ ചെയ്ത് കളയും, അല്ലെങ്കിൽ സെല് ചെയ്ത് കളയും. ബൈ ചെയ്താണെങ്കിൽ സെല് ചെയ്ത് കളയും, സെല് ചെയ്താണെങ്കിൽ ബൈ ചെയ്ത് കളയും. പലപ്പോഴും ചില കംപ്ലൈൻറ്റ്സ് വരെ വരാറുണ്ട്, ഞാൻ ബൈ ചെയ്തിട്ട് സെല് ചെയ്ത് കളഞ്ഞില്ലല്ലോ. മനസ്സിലാക്കുക, ഏതെങ്കിലും ഷെയർസ് ഫ്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അപ്പർ സർക്യൂട്ട് ലോവർ സർക്യൂട്ട് ലോക്ക് എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇൻട്രാഡേയിൽ എക്സ്ചേഞ്ച് ബ്ലോക്ക് ചെയ്തതുകൊണ്ട് നമുക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, പെയിൻ ലെറ്റർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യാഷ് കുറവാണ്, ഇപ്പോൾ ഇല്ല, പക്ഷേ നമുക്ക് പിന്നീട് 2-3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പെയിൻ ലെറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ടും പോസ്റ്റ് എടുക്കാം. മനസ്സിലാക്കുക, ചെറിയ ഇൻട്രസ്റ്റ് ഇതുമ്പോൾ ചാർജ് ആവുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ കമ്പനിക്കുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു പുതിയ ക്ലയൻറ്റിനെ സംബന്ധിച്ചാൽ പൊസിഷൻ കൊണ്ടുപോകുന്ന ആളാണെങ്കിൽ ഞാൻ ഡെലിവറി മാർക്ക് ചെയ്തിട്ടുണ്ട്, കളർ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഇവിടെ നമ്പർ ഓഫ് ഷെയർസ്, എത്ര ഷെയർ ആണെങ്കിൽ, ഇപ്പോൾ 100 ഷെയർ ആണെങ്കിൽ 100 കൊടുക്കുക. റേറ്റ് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, ഇവിടെ 159 മാർക്കറ്റ് നടക്കുന്ന റേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് റേറ്റ് 175 എന്നാക്കാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന. അടുത്ത് പ്രധാനപ്പെട്ടത് ഇവിടെ ലിമിറ്റ് എന്ന് കാണാം. ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫോൾട്ടായിട്ട് ലിമിറ്റാണ് കിടക്കുന്നത്. ആ ലിമിറ്റ് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റിലെ റേറ്റ് എന്താണോ അത് കാണിക്കുള്ളൂ. അപ്പോൾ ആ റേറ്റിനെ നമുക്ക് പോവുള്ളൂ. നമ്മൾ മാർക്കറ്റ് എടുത്താൽ കുഴപ്പമൊന്നേ ആ സമയത്ത് നടക്കുന്ന റേറ്റ് അത് ചിലപ്പോൾ 175 ആവണമെന്നില്ല, 181 182 ഏത് റേറ്റിലും മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് നടക്കും. ഇനി അടുത്ത ക്ലയൻസുകൾക്ക് വരുന്നൊരു മിസ്റ്റേക്ക് കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ചില ആൾക്കാർ മാർക്കറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓർഡർ ഇടും. ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് മറന്ന് ഇൻസ്റ്റൻറ്റ് ബൈയിങ് ഇൻസ്റ്റൻറ്റ് സെല്ലാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഈ പിന്നെ അടുത്ത ഷെയർസ് വാങ്ങാൻ ഇത് മാർക്കറ്റിൽ തന്നെയായിരിക്കും ഇവിടെ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അതെനിക്ക് ഇഷ്ടപ്പെടാത്ത രീതി വരാം. ചിലവർക്ക് മാർക്കറ്റാണ് ഇഷ്ടം, ചിലവർക്ക് ലിമിറ്റാണ് ഇഷ്ടം. അപ്പോൾ ക്ലയൻസ് ഇത് ഓർഡർ ഇടുമ്പോൾ ഒന്ന് ശ്രമിക്കുക, ഞാൻ മാർക്കറ്റിലാണോ ലിമിറ്റിലാണോ നോക്കുക. മാർക്കറ്റിൽ 1 ടൈം ഓർഡർ ഇട്ട്. അടുത്തത് പോർട്ട്ഫോളിയോ ആണ്. ഞങ്ങൾ കാണിച്ചു തരാം. പോർട്ട്ഫോളിയോ നിങ്ങൾ മുമ്പ് കാണിച്ചു തന്നെയാണ്. അപ്പോൾ പോർട്ട്ഫോളിയോയുടെ പ്രത്യേകത എന്താണെങ്കിൽ, പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ഷെയർസ് എന്തെങ്കിലും ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ പോർട്ട്ഫോളിയോയിൽ നമ്മുടെ ഷെയർസ് കാണാം. അപ്പോൾ ആ ഷെയർസ് എടുക്കുമ്പോൾ ഏറ്റവും ഒന്ന് സെലക്ട് ചെയ്യേണ്ട കേസ് ഉണ്ട്. ഇവിടെ കണ്ട ഈക്വിറ്റി ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈക്വിറ്റിയാണ്, ഷെയർസൊക്കെ ഈക്വിറ്റിയിലാണ്. അപ്പോൾ ഈക്വിറ്റിയിൽ ഓർവിയിൽ ഇട്ടാലും മതി. ഓവർവ്യൂ ഇടുമ്പോൾ എന്ത് സംബന്ധിച്ചു എല്ലാം കാണിക്കില്ല, ഇത് 3 കാണിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇക്വിറ്റിയുടെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യണം. മ്യൂച്വൽ ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവിടെ വേണം. MTFൻ്റെ ബോറോവിങ് ഡീറ്റെയിൽസ് ആണെങ്കിൽ ഇവിടെ നിൽക്കണം. SIPനെ കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ ഏതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എടുക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സിംഗിൾ സെലക്ഷനിൽ ഇക്വിറ്റി മാത്രം മതിയെങ്കിൽ ഇക്വിറ്റി മാത്രം സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ എപ്പോഴും അതിവിടെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തേക്കണേ എന്നനുസരിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടാണെന്നുള്ള അനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ചും കൂടി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് അറിയുന്നതാണ് ഈ ബൈ ബാക്കുകൾ, എന്തെങ്കിലും വിപ്രോൻ്റെ ബൈ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ട്രേഡ് ചാർജുകൾ, SIP ഇതൊക്കെ മുമ്പ് പറഞ്ഞു തന്നെയാണ്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഇവിടെ നിന്നും കളക്ട് ചെയ്യാം. അടുത്തത് ഓർഡറാണ്. ഓർഡർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ താഴെ ഞാൻ ഒന്നുകൂടി കാണിച്ചിട്ട് ഇവിടെയാണ് ഓർഡർ വരുന്നത്. നമ്മളിട്ട ഓർഡറുകൾക്കൊക്കെ നടന്നില്ലേ, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ, അത് ഓർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ഓർഡർ ഇട്ടു, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അത് പെൻഡിങ്ങിലുണ്ടാവും. നിങ്ങൾ ഓർഡർ ഇട്ടു 150 രൂപ നടക്കണേ, 145 രൂപയ്ക്ക് ബൈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ അത് വില കുറച്ചിട്ടുകൊണ്ട് അത് പെൻഡിങ് ഓർഡർ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ടാവും. ഞാൻ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങാൻ നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷേ 95 രൂപയ്ക്ക് ഇട്ടാൽ അതൊരു
പെൻഡിങ് ഓർഡർ ആയിട്ട് ഇവിടെ വന്ന് കിടാം. പെൻഡിങ് ഓർഡറിൽ ഡീറ്റെയിൽസ് ഇവിടെ ആയിട്ട് വരാറുണ്ട്. ഇവിടെ പെൻഡിങ് ഒന്നും ഇല്ല, ഇപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പെൻഡിങ് ഓർഡർ ഡീറ്റെയിൽസ് ഇവിടെ വരും. ഇനി എക്സിക്യൂഷൻ നടന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് ഇവിടെയാണ്. നമ്മൾ ആ നിങ്ങളുടെ ഓർഡർ നടന്നെങ്കിൽ, നിങ്ങൾ റിജക്റ്റ് ചെയ്തെങ്കിൽ റിജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാവുന്നതാണ്. ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാൻസലിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണാവുന്നതാണ്. ഓർഡർ ഹിസ്റ്ററി നിങ്ങൾക്ക് താഴെ കാണുന്നതാണ്. ഇതൊക്കെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വേണ്ടത് ഈ ഓർഡർ പെൻഡിങ്ങിൻ്റെ ഡീറ്റെയിൽസാണ്. ഓർഡർ പെൻഡിങ് ഇത് നമ്മൾ എപ്പോഴും നോക്കണം. കാരണം പൊസിഷൻ അടിക്കുമ്പോൾ നമ്മുടെ വിചാരം നമുക്ക് കിട്ടിയെന്നാണ്. നമ്മൾ പെൻഡിങ്ങിൽ പൊസിഷൻ കിടക്കുന്നുണ്ടോ എക്സിക്യൂഷൻ നടന്നോ എന്നുള്ള കാര്യങ്ങൾ രണ്ടും ചെക്ക് ചെയ്യുക. അടുത്തൊരു കേസ് ഇതിൻ്റെ ഒപ്പം തന്നെ പറയാനുള്ളത്, ഈ ഓർഡറുമ്പോൾ നമ്മൾ താഴെ ക്ലിക്ക് ചെയ്തപ്പോൾ ശരിക്കും ഓപ്പൺ ആവണ പൊസിഷൻ്റെ ഉള്ള 2 ഓപ്ഷൻ ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഒന്ന് ഓർഡേഴ്സ് എന്നൊരു ഓപ്ഷൻ ഓപ്പൺ ആവും, അതുപോലെ തന്നെ പൊസിഷൻ എന്നുള്ള ഓപ്ഷൻ. എന്തെങ്കിലും ബിസിനസ് ട്രേഡ് നടന്നാൽ അത് പൊസിഷനിൽ കാണിക്കും. ഓർഡറിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും അറിയാം. എന്ന് പറഞ്ഞാൽ പെൻഡിങ് ഓർഡേഴ്സും കാണാം, അതുപോലെ എക്സിക്യൂഷനും ഹിസ്റ്ററിയും ഒക്കെ അവിടെ ഓർഡേഴ്സിൽ പോയി കാണാൻ പറ്റുമെങ്കിലും നമുക്ക് പെട്ടെന്ന് ക്ലയൻറ്റിൻ്റെ അട്രാക്ഷൻ എപ്പോഴും ഓർഡേഴ്സ് എടുത്തിട്ട്, ഞാൻ എപ്പോഴും പറയാതെ ഓർഡേഴ്സുമേ ക്ലിക്ക് ചെയ്തിട്ട് ഈ പൊസിഷനുമേ ക്ലിക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പൊസിഷനിൽ വന്നാൽ മാത്രമാണ് ആ ട്രേഡ് നടന്നതായിട്ട് കൺഫർമേഷൻ ഉള്ളൂ. പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓർഡർ നടന്നു കഴിഞ്ഞാൽ, ഓർഡർ നടക്കാത്തതൊക്കെ ഓർഡേഴ്സിലുണ്ടാവും, ഓർഡർ നടന്നു കഴിഞ്ഞാൽ പൊസിഷനിലുണ്ടാവും. അപ്പോൾ ഇവിടെ പൊസിഷനിൽ ഇവിടെ വരും എന്ന് പറഞ്ഞാൽ ഈ സെക്ഷനിൽ ഈ പൊസിഷനോ നടക്കാത്തതൊക്കെ ഓർഡറിലുണ്ടാവും. അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓർഡറിലെ പൊസിഷൻ നമുക്ക് അതുമ്പോൾ ജസ്റ്റ് ടച്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്, മോഡിഫൈ ചെയ്യാവുന്നതാണ്. അതുപോലെ അതിൻ്റെ അതിൻ്റെ ഡെലിവറി ഓപ്ഷൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് തന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സെക്ഷനിൽ വരുന്ന ഓർഡർ സെക്ഷനിൽ വരുന്നതാണ്. അക്കൗണ്ട്സ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് മുമ്പേ ഞാൻ അക്കൗണ്ട്സിനെ കുറിച്ചിട്ട് പറഞ്ഞു തന്നതാണ്. അടുത്ത നമുക്ക് മ്യൂച്വൽ ഫണ്ട് ബൈ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. അതിന് മുമ്പ് ഞാൻ ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ ട്രേഡ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടാണ് ചെയ്യണമെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നതിനുള്ള എളുപ്പത്തിന് മ്യൂച്വൽ ഫണ്ട് ചെയ്യുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇവിടെ കാണാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ആവും. ഇതിൽ ഏത് ഫണ്ടാണ് നല്ലത്, നമുക്ക് വ്യക്തികളായ അവരുടേതായ പിക്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് അഡ്വൈസറായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ നല്ല നല്ല ഫണ്ട് കമ്പനികളെ കുറിച്ച് പഠിച്ചതിന് ശേഷം ഏത് ഫണ്ടാണ്, ഞാനൊരു ഫണ്ട് വെറുതെ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു മാത്രം. ഈ ഫണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, ഫണ്ട്. അപ്പോൾ നമുക്കത് വൺ ടൈം ആണ്. വൺ ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഞാൻ പേയ്മെൻറ്റ് അടയ്ക്കുന്നുള്ളൂ, പിന്നെ പേയ്മെൻറ്റ് അടയ്ക്കുന്നില്ല. അതിനാണ് നമ്മൾ വൺ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത്. വൺ ടൈം, ഓക്കെ. ഇവിടെ വൺ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. SIP എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു സാലറി വരുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്നോ എവിടെ നിന്നാണ് ആ ബാങ്കിൽ നിന്ന് എല്ലാ മാസവും ഒരു സർട്ടൻ ഡേറ്റ് കൊടുക്കുമ്പോൾ, എല്ലാ മാസം ഇന്നൊരു ഡേറ്റൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാം. ആ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റിന് ഒരു 3-4 പ്രാവശ്യം, ചിലർ ഒരു മാസം തന്നെ 4 പ്രാവശ്യം അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കും. എല്ലാ മാസം 5000-10000 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഈ പേയ്മെൻറ്റ്, ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് കമ്മോഡിറ്റി ട്രേഡിംഗ്. സത്യസന്ധമായ ഒരു ബിസിനസ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അത് കമ്മോഡിറ്റി ട്രേഡിംഗ് ആണ്. അതിനെന്താ കാരണം എന്ന് ഞാൻ പറയട്ടെ. ഷെയർ മാർക്കറ്റിലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ആ ഷെയറിൻ്റെ വാല്യുവേഷൻ അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ന്യൂസ്, കമ്പനിക്ക് ഒരു നെഗറ്റീവ് വന്നാലും എല്ലാം സംഭവിക്കും. കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അതൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ പ്രൊഡക്റ്റ് അങ്ങനെ ഗോൾഡ്, സിൽവർ ഇതൊക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ. ഗോൾഡ്, സിൽവർ. അപ്പോൾ ഗോൾഡ്, സിൽവറൊക്കെ കളിക്കണം, അല്ലെങ്കിൽ അതൊക്കെ ബൈ ചെയ്ത് വെക്കണം എന്നില്ലെങ്കിൽ ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ കമ്മോഡിറ്റി ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. കമ്മോഡിറ്റി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സിൽവർ ബൈ ചെയ്യണമെങ്കിൽ സിൽവർ ബൈ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ നിന്നുണ്ട്. കണ്ടോ, സിൽവർ ബൈ ചെയ്യാം. ക്രൂഡ് ഓയിൽ, കോപ്പർ, മനസ്സിലായി. ഇത് നശിക്കണ വസ്തുക്കൾ. ഒരു കമ്പനി ചിലപ്പോൾ നശിച്ചു പോകാം, ഒരു പ്രൊഡക്റ്റ് നശിച്ച് ഇല്ലാതാവുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ഐഡിയാസ് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് കോപ്പറിൻ്റെ എക്കടി, ക്രൂഡ് ഓയിൽ, കോപ്പർ, സിൽവർ, ഗോൾഡ് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് റെക്കമെൻഡേഷൻ വേണമെങ്കിൽ റെക്കമെൻഡേഷൻ സെലക്ട് ചെയ്ത് നമുക്കവിടെ ട്രേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഒരു ഫസ്റ്റ് ഡേ നമ്മൾ കമ്മോഡിറ്റിയിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട്
അപ്പോൾ ആ ട്രേഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രോഫിറ്റിൻ്റെ കാൽക്കുലേഷൻ എപ്പോഴും വരുന്നത് നെക്സ്റ്റ് ഡേയിലേക്കാവും. കാരണം ഇത് 11:30 വരെ ഉണ്ട് രാത്രി. അപ്പോൾ 9 മണി തൊട്ട് 11:30 വരെ കൂടുതൽ ടൈം കിട്ടുന്നതാണ്. ഈവനിങ് ട്രേഡ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഇത് ചെയ്യുന്നവർ ശ്രദ്ധിക്കുന്നവർ ഇവർക്ക് വേൾഡ് മാർക്കറ്റ് നമുക്കറിയാലോ, ഇതൊക്കെ വേൾഡ് മാർക്കറ്റായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വേൾഡ് മാർക്കറ്റിൽ അപ്പ് ആൻഡ് ഡൗൺസ് വരാനുള്ള കാരണങ്ങളെക്കുറിച്ച് പഠിക്കുക. അതിനുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ ബാസ്ക്കറ്റ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എല്ലാം കൂടി ട്രേഡ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരു ബാസ്ക്കറ്റിൽ അതൊന്നും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നവരല്ല എല്ലാവരും. അപ്പോൾ ഈ ഡീറ്റെയിൽസാണ് നമുക്ക് കമ്മോഡിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് വരുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ മിനിമം ബേസിക്സൊക്കെ ഇങ്ങനെ കുറച്ച് പറഞ്ഞ് വന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെ പ്രൊഫൈൽ, നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും പ്രൊഫൈലും ഫോൺ നമ്പറൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മൾ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും ടോപ്പിലാണ് പ്രൊഫൈൽ. ഇതിവിടെ കാണും നിങ്ങളുടെ പ്രൊഫൈൽ എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ പ്രൊഫൈലിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ അതിൻ്റെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പേഴ്സണൽ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് റിപ്പോർട്ട്സുകൾ വേണമെങ്കിൽ ഡിമാറ്റ് ഡീറ്റെയിൽസ്, ചിലർക്ക് ഡിമാറ്റ് ഐ ഡി ഒക്കെ ചോദിക്കുന്നവരുണ്ട്. ആ ഡിമാറ്റ് ഐ ഡി അവിടെ നിന്ന് അവൈലബിൾ ആണ്. ഓക്കെ, റിവ്യൂ ചെയ്യാം. നമ്മളെ ഓപ്പറേറ്റർ നിങ്ങളെ സഹായിക്കുന്ന ആളെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളെ നിങ്ങൾക്ക് അവരുടെ പെർഫോമൻസിനെ നിങ്ങൾക്ക് റേറ്റ്. അങ്ങനെ നമ്മൾ കുറച്ച് മുകളിലേക്ക് ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ബാങ്ക് അക്കൗണ്ട്. ഇവിടെ കണ്ട ബാങ്ക് അക്കൗണ്ട് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മുന്നോട്ട് നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ടി പി പലരും എന്താണ് ടി പി എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഷെയർസ് സെല്ല് ചെയ്യുന്ന സമയത്ത് ഒരു പിൻ നമ്പർ ചോദിക്കും. ചിലപ്പോൾ ആർക്കെങ്കിലും പിൻ നമ്പർ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ പിൻ നമ്പർ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു പിൻ നമ്പർ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ ഇതിപ്പോൾ ഇനാക്റ്റീവാണ് കണ്ടോ. ഇത് ആക്റ്റീവ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ പിൻ അടിക്കാണ്ട് തന്നെ നമുക്ക് ഇൻസ്റ്റൻറ്റ് സെല്ല് ചെയ്യാനുള്ള സൗകര്യമാണ്. അപ്പോൾ നമ്മൾ പിൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇറിറ്റേഷനാണ്. പിന്നൊക്കെ അടിച്ച് വരുമ്പോൾ ഷെയറിൻ്റെ റേറ്റൊക്കെ മാറിപ്പോകും. അങ്ങനെ ആ സൗകര്യം തോന്നുന്നവരെ സംബന്ധിച്ച് ഇത് ഇനേബിൾ ചെയ്യുക. ടി പിൻ ഇനേബിൾ ക്ലോസ് ചെയ്യാനുള്ള സെല്ല് ചെയ്യുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാം. പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ പല സെഗ്മെൻ്റ് ഉണ്ട് മാർക്കറ്റിൽ. പല സെഗ്മെൻറ്റിലും നമുക്ക് ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ കമ്മോഡിറ്റിയിലോ എഫ്&ഒയിലോ ഫ്യൂച്ചറിൻ്റെ ഓപ്ഷൻ ചെയ്യണമെങ്കിൽ ഇത് ആക്റ്റീവ് ആണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ ആക്ടിവേഷൻ ചെയ്യുക. അതുപോലെ MTF അതൊക്കെ MTF ഒക്കെ നിങ്ങൾ വേണമെങ്കിൽ ആക്ടിവേഷൻ ഡീആക്ടിവേഷനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ഞാൻ കൂടുതൽ പറയുന്നില്ല. ടെമ്പററി അക്കൗണ്ട് ക്ലോസിങ് ഇതൊക്കെ ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളല്ല. നിങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല റേറ്റിംഗ് കൊടുക്കുക. റേറ്റിംഗ് ഉണ്ടെങ്കിൽ റേറ്റിംഗ് കൊടുക്കുക. ഓക്കെ, ആ പ്രൊഫൈലിൻ്റെ താഴെ തന്നെ ഏറ്റവും താഴെ വരുന്നതാണ് നിങ്ങളുടെ ലോഗ് ഔട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ ലോഗ് ഔട്ട് ഡിവൈസസ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ലോഗിൻ ചെയ്യുമ്പോൾ അത് എക്സ്ചേഞ്ച് എവിടെ നിന്നാണ് ലോഗിൻ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ലോഗിൻ ID വല്ലവർക്കും കൊടുത്തിട്ട് ടിപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് ലോഗിൻ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ ട്രേഡ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ ആ ക്ലയൻസിന് ട്രേഡ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ക്ലയൻറ്റ് ID പാസ്വേഡൊക്കെ നിങ്ങൾ വല്ലവർക്കും കൊടുത്ത് നിങ്ങളെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ലോസ് ഉണ്ടായാൽ അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കാരണം നിങ്ങൾ ലോഗ് ഔട്ട് ചെയ്ത് അവർക്ക് ലോഗിൻ ചെയ്യാൻ അനുവദിച്ചുകൊണ്ടാണ് ഇത് സംഭവിച്ചിരിക്കണേ. അപ്പം നിങ്ങളുടെ അറിവോടുകൂടിയാണ് വേറൊരു പാർട്ടി ലോഗിൻ ചെയ്തതന്നെ എന്നുള്ളത് അറിയുന്നതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പല കമ്പനികൾ ഇപ്പോൾ ചെയ്യുന്ന തട്ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോഗിൻ ID പാസ്വേഡ് നിങ്ങളുടേത് വാങ്ങും. അപ്പം നാളെ നിങ്ങൾക്ക് ഒരു വിധത്തിലുള്ള കംപ്ലയിൻറ്റ്സ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. ബേസിക്സ് ആണ് ഞാൻ അവിടെ പറഞ്ഞു തരുന്നത്. ആർക്കെങ്കിലും സ്പെഷ്യലായിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണം അല്ലെങ്കിൽ വന്നിരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ അല്ലെങ്കിൽ വന്ന് പറഞ്ഞു തരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓഫീസിലേക്ക് വന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ മൊബൈലിൽ തന്നെ ക്ലിയർ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ്. എല്ലാ കമ്പനിയുടെ സോഫ്റ്റ്വെയറും എക്സ്ചേഞ്ചിൻ്റെ കീഴിലുള്ള സോഫ്റ്റ്വെയർസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സോഫ്റ്റ്വെയറിലും നയപ്രകാരമുള്ള സോഫ്റ്റ്വെയർസാണ്. അത് നല്ല സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് പണം ലഭിക്കുന്നു എന്നുള്ളതില്ല. നമ്മുടെ പെർഫോമൻസിൻ്റെ ബേസ് ചെയ്തിട്ടും നമ്മുടെ അറിവിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് പണം ലഭിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പെർഫോമൻസ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അറിയാം. വേൾഡിൻ്റെ കണ്ടീഷൻസ്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് അറിയാം. മാർക്കറ്റ് എപ്പോഴും അങ്ങനെയാണ്. മാർക്കറ്റ് വളരെയധികം ഹൈ പോയി കഴിഞ്ഞാൽ അതുപോലെ താഴത്തേക്ക് വരാറുണ്ട്. അതുപോലെ ചില കമ്പനികൾ ഇവിടെ വെച്ച് അവസാനിക്കാറുണ്ട്. ചില കമ്പനികൾ നമുക്ക് മാർക്കറ്റ് താഴെ ന്യൂസിൻ്റെ പുറത്ത് എന്ത് വന്നാലും എന്ത് മാർക്കറ്റിൽ ഒരു ന്യൂസിൻ്റെ പുറത്ത് വീണ മാർക്കറ്റൊക്കെയാണ് എപ്പോഴും തിരിച്ചു കയറിയിട്ടുണ്ട്.
കേട്ടോ. അത് മറക്കരുത്. ഇപ്പോൾ കൊറോണ വന്ന സമയത്ത് നിന്ന് മാർക്കറ്റ് അത്രയും മോശം കണ്ടീഷനിൽ മാർക്കറ്റ് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻസിൽ ഡെലിവറിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവർക്ക് ഇവിടെ 300%, 200% ഒക്കെ പ്രോഫിറ്റ് പലവർക്കും ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടുന്നത് മറക്കാതിരിക്കുക. എല്ലാവർക്കും ഇത് വാങ്ങിച്ച് നാളെ തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുള്ള ആ മാനസികാവസ്ഥയിൽ നിന്ന് ഒഴിവാക്കുക. നല്ല ഷെയർസാണ് ഈ ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഷെയർസാണെന്നുള്ള സെലക്ഷനെ കുറിച്ചിട്ട് മാത്രം നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുക. നല്ല അഡ്വൈസേഴ്സായിട്ട് സംസാരിക്കുക. ഓക്കെ, താങ്ക് യു.